ഈടെ കടക്കുന്ന കടപ്പ് കണ്ടിട്ട് പൊന്നെ എന്താ ഈടെ രണ്ടാളും നോമ്പ് പിടിക്കാതെ അപ്പുറം ഇപ്പുറം ഷെയർ ആക്കി കുടിക്കുന്നത് സമയം കഴിഞ്ഞെങ്കിൽ രണ്ടാളും അപ്പുറം ഇപ്പൊ തല്ല മത്സരം എത്ര സ്നേഹം ഉണ്ടായതാ. കിച്ചണില ചിക്കൻ വേകുന്നുണ്ട്, നോമ്പ് മുറിക്ക് ഫുള്ള് സെറ്റായി. എപ്പോഴും തല്ലാക്കുന്നതാ, രണ്ടാളും അപ്പുറം ഇപ്പുറം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി. ഇന്നൊരു ഇഫ്താർ പാർട്ടി ഉണ്ട് കേട്ടോ എൻ്റെ അങ്കിളുടെ വീട്ടിൽ. ഞാൻ റെഡിയാണുള്ളത്, ഹെയറെല്ലാം കെട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഫുള്ള് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നിൽക്കുന്നില്ലത്. ഒരു ഉച്ചയൊക്കെ തന്നെ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ അങ്കിള് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വരുന്നില്ലേന്ന് പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട്. ഞാൻ കുറേ ആയി നമ്മളെ ഫാമിലി അങ്ങനെ പരിപാടിക്കൊന്നും കൂടാതെ ജസ്റ്റ് ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടുകൊടുത്ത്, പിന്നെ അതാ സൺസ്ക്രീം ഇത് ഇടാതെ എനിക്ക് പുറത്ത് പോകാൻ കഴിയില്ല ഗൈസ്. അങ്ങനെ അതെല്ലാം സെറ്റായിട്ട് റെഡി ആയി പോകാൻ നിൽക്കുന്നില്ല. അപ്പോഴത്തേക്ക് ചായ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞാൽ ചാർജർ എടുക്കുന്നില്ല. എന്താ വെച്ചെങ്കിൽ ഒട്ടും ചാർജില്ല. ചാർജറെല്ലാം എടുത്തിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് അപ്പോഴത്തേക്ക് ചായ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് റെഡിയാക്കുന്നില്ല കേട്ടാ. പിന്നെ എന്താ പറയല്, ആടെ ഇച്ചാവും അവരെല്ലാം ഉണ്ടായത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരും. നമ്മൾ നേരെ ഫസ്റ്റ് അജ്വയിൽ പോയിട്ടാ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാനുണ്ടായി. അജ്വയിൽ പോയി പച്ചക്കറി എന്താ പറയല് കുറച്ച് ഫ്രൂട്ട്സ് അതെല്ലാം വാങ്ങാനുണ്ടായി. അപ്പോഴത്തേക്ക് അയനും അങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിട്ടാ. പയ്യ നമ്മ എങ്ങനെയല്ലോ ആയി അടുത്തി ഇതേക്ക് ഇവിടെ രണ്ട് കള്ളന്മാർ ഇതാക്കുന്നുണ്ട് കേട്ടാ. ജ്യൂസെല്ലാം കുടിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ചൂടായത് കൊണ്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഞാൻ ഫുഡിങ്ങിന് റെഡിയാക്കുന്നില്ല കേട്ടാ. ഇവിടെ രണ്ടാളതാ ജ്യൂസ് കുടിക്കുന്ന കുടിപ്പ് നോക്കിയാൽ അപ്പുറം ഇപ്പുറം അടി മത്സരം ഉണ്ടായിന് കേട്ടോ. ഭയ്യ ഈ വീഡിയോയിൽ കാണുമ്പോൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടായത്. ഭയ്യ രണ്ടാളും ഭയങ്കര അടി. പിന്നെ അതാ എൻ്റെ ഫുഡിങ്ങെല്ലാം റെഡി അയച്ച് ഞാൻ സെറ്റാക്കി വെക്കുന്നില്ലത് കേട്ടോ. ഒരാളിതാ ഓരോരോ മൂലക്കുണ്ട്. ഇവർ രണ്ടാളും എന്തോ ആക്കുന്നുണ്ട് ഗൈസ്. ഇതാ എൻ്റെ ഇച്ച ഗൈസ് ഇത്. അങ്ങനെ ഇതാ നാളെ മക്കളെ തന്തത് കാണുമ്പോൾ മറ്റു ചെയ്യ കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്, എന്നാലും ഒരു കൂസലില്ല. ഞാനിവിടെ ചിക്കന് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ, ചിക്കൻ ചില്ലി ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തുണ്ടാവുക, എന്ത് ചൂടെന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടല്ലോ, മരന് ചൂട്. ഞാൻ കിച്ചണിൽ കുറച്ച് നേരം ഉണ്ടാന്ന്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലോ ആക്കുന്നുണ്ട് കേട്ടോ. കടുക്കുന്നുണ്ട്, ഒരാൾ എന്തെല്ലോ കളിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചെങ്കിൽ ചൂടെടുത്തിട്ട് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു മൂലക്കായും പിന്നെ ഒരാൾ ഒരു സൈഡായിരിക്കും. അങ്ങനെ ചൂടത്തൊന്നും കഴിയുന്നില്ല. അങ്ങനെ സമോസത്തിൻ്റെ എല്ലാം ഫില്ലിങ്ങനെ ചൂടാൻ മാത്രം ബാക്കിയുള്ളത് വൈകുന്നേരമായിട്ടാണ്. അപ്പോൾ പിള്ളമാരെല്ലാം ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്. ജ്യൂസിന് വേറെ തിന്നാൻ വേറെല്ല ചപ്പൂടെ ഫുള്ള് സെറ്റാക്കിയിട്ട് വെക്കാനുള്ള ഇതിന് ആക്കുന്നില്ലത് കേട്ടാ. പിന്നെ ഇത് കസ്റ്റഡിനെല്ലാം മുറിച്ചിടുന്നില്ലത്. നമ്മൾ എന്താ പറയല് ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് ഫുള്ള് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായത് കേട്ടോ. ബിരിയാണി മാത്രം ബാക്കി ഉണ്ടായത് ലാസ്റ്റ് ആക്കിയത്. അങ്ങനെ നമ്മൾ ഇവിടെ താഴെ ഇരിക്കും കേട്ടോ. നമ്മളെ വീട്ടിലെങ്ങനെ വെച്ചെങ്കിൽ എന്ത് നമ്മൾ ടാബിൾ യൂസ് ആക്കിയില്ല. നമ്മൾ ടാബിളിൽ ആരും ഇരിക്കില്ല. ചോറ് കഴിക്കാണെങ്കിലും ലാസ്റ്റ് ആക്കാനെങ്കിലും ആകെ ചായ കുടിക്കാൻ അങ്ങനെ ജസ്റ്റ് ചായ മാത്രമേ ഉണ്ടാവല്ല. ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഈ നിലത്ത് ഇരിക്കുമോ. അങ്ങനെ എന്തെങ്കിലും ഗസ്റ്റ് വന്നെങ്കിൽ ടാബിളിലിരിക്കും കേട്ടോ. ഭയ്യ ഇങ്ങനെ ആയിരിക്കൽ. ഒരു എന്തെങ്കിലും പായ എന്തെങ്കിലും മാറ്റ് ഇതാക്കും, ഷീറ്റ് വിരിക്കും. എന്നിട്ട് ഫുഡെല്ലാം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈഡിൽ ഒന്നിച്ചിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കൽ. അങ്ങനെ ഇഫ്താർ ഇവിടെ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിലും അത് 2-3 ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കും കേട്ടോ. എല്ലാം ഒന്നിച്ചിട്ട് വെച്ച് താഴെ അങ്ങനെ ഇരിക്കുന്നുള്ളത്. അങ്ങനെ ഫുഡെല്ലാം റെഡി അയച്ച് പിള്ളമാരോട് എല്ലാവരോടും സെറ്റാക്കിയിട്ട് വെക്കാൻ പറയുന്നില്ലത് കേട്ടോ. അങ്ങനെ പിള്ളമാരെല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. പുള്ളമാരെല്ലാം ഓരോരു സൈഡ് വരുന്നു. കരയുമ്പോൾ ഒന്ന് ചിരിക്കുന്നു, ഒന്ന് കൊല്ലുമാരും, ഒന്ന് കൂക്കുന്നു. എൻ്റെ അള്ളാ, ചെവിയെല്ലാം ഇങ്ങനെ ചെവിൻ്റെ അപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ പൂട്ടിപ്പോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ആക്കി. ലാസ്റ്റ് നമ്മൾ കുഞ്ഞ് ഗെയിമെല്ലാം കളിച്ച് അങ്ങനെ അപ്പോഴത്തേക്ക് ഐഷുമ്മൻ്റെ അവരെല്ലാം വന്നിട്ടുണ്ടായിന് കേട്ടോ. ബാബിൻ്റെ അവരെല്ലാം, പിന്നെ അസിനാബി സെമിനാബിൻ്റെ അവരെല്ലാം വന്നിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ ചാച്ച, ഇതെൻ്റെ മാമ എല്ലാം ഇഫ്താറിനെ റെഡി ആയിട്ട് ബാങ്ക് കൊടുക്കാനിരിക്കുന്നില്ലത് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരാൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരാൾ ഒരു സൈഡിൽ ഇങ്ങനെ കരയാനായിട്ടുണ്ട്. അവനെ സെറ്റാക്കി പിടിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒറ്റക്കന്നെ ഇരുന്നിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നില്ല, ചൂടെടുത്തിട്ട് അത് സഹിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതാക്കുന്നില്ല കേട്ടോ. ഒരുത്തനാ ഒരു സൈഡിൽ ഇരുന്നിട്ട് തൂങ്ങിക്കോടുണ്ട്. എന്താ പറയുക, അവനക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറക്കിൽ തൂന്നുന്നുണ്ടായിന് കേട്ടോ. അങ്ങോട്ട് കടത്തിക്കാൻ വിടുന്നുണ്ട് അയച്ചാ.
മടിയിൽ തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓൻ എന്തൊക്കെയോ ഒരു സമൂസം പിടിച്ചിട്ട് തിന്നോണ്ടിരിക്കുന്നുണ്ടായത്. ഇവിടെ ബാങ്കിനെ കാത്തിക്കുന്ന ഇത് കണ്ട നിങ്ങൾ. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തിട്ട് വെയ്യ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒരു ജ്യൂസ് അങ്ങനെ തന്നെ എടുത്തിട്ട് കുടിച്ചിട്ടാ. പിന്നെ ഇതാ സമൂസ, പിന്നെ ഓരോന്ന് ഐറ്റംസ് എടുത്തിട്ട് തിന്നാൻ തന്നെ. പിന്നെ എണിക്കാൻ കഴിയുന്നില്ല ഒരു മൂലക്ക്. ബാക്കിലതാ ചാച്ചാൻ്റെ മോനും വന്നിട്ട് കോത്ത് നിന്നിട്ട് ഒരു അടി തന്നിട്ട് ഒരു പോയി ഗായ്സ്. എൻ്റെ എന്താ പറയുക ചപ്പ പോയി കണ്ട ഒരു അടി തന്നിനെൻ്റെ. അങ്ങനെ ഓന് തച്ചിട്ട് ഓന് സൈഡിൽ പോയി. പിന്നെ ഇതാ ഇവിടെ ചെമ്മ് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞിട്ട് ബേർഡൊന്നുമല്ല, എങ്ങനെയെങ്കിലും ആയിട്ട് ആ ഫുഡിങ് തീരണം അത് വേണ്ടിയിട്ട് എല്ലാവരും ബായ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായത് കേട്ടാ. അങ്ങനെ ഇതാ അങ്കിള് ഫുള്ള് നട്സ് അടിയുന്നതെല്ലാം കോറിയിട്ട് തരണം എന്ന് അറിയിച്ച് പറയുന്നില്ലത്. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കഥ പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു വൈബ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നാമത് ഇച്ച ഉണ്ടായിന് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടായിന് കേട്ടോ. അതെൻ്റെ കാക്കാൻ്റെ മോനെ ചെറുതുണ്ടാകുമ്പോൾ ഞാൻ ഓൻ്റെ ഓളെന്ന് പറഞ്ഞ് ചിങ്ങ തമാശാക്കൂട്ട. അതുകൊണ്ട് ഇപ്പം വലുതായിട്ടും എൻ്റെ അടുത്ത് ജസ്റ്റ് നോക്കുന്ന പോലും ഇല്ല. അതിന് ഞാൻ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഓന് എൻ്റെ മൂട് പോലും നോക്കുന്നില്ല കേട്ടോ. അങ്ങനെതാ ഇവിടെ എന്ത് സംഭവം എന്നറിയാം. അങ്കലെല്ലാം മൂലക്ക് ഇരുന്നിട്ടുള്ള കാര്യം എന്താ വെച്ചെങ്കിൽ പിള്ളമാരെ അടങ്ങിയിട്ട് ഇരുത്തിക്കാൻ ബടി എടുത്തിട്ട് പോയിട്ട് ഇരുത്തിരിക്കുന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ അങ്കിളും ഇരുന്നിട്ടുള്ളത് കേട്ടാ. പിന്നീട് രണ്ടാളി എന്താ അടി മത്സരം എന്നറിയോ. ഇച്ച വന്നിട്ട് ഇത് സ്നേഹം എന്നല്ല വീഡിയോ ഒക്കെ അല്ല കൈ സോനി വന്നിട്ട് കിടക്കുന്ന ഇടയ്ക്ക് കിടക്കും. എപ്പോഴും അപ്പുറത്തല്ലായിരിക്കും. ലൈഫിൽ ഫസ്റ്റ് ടൈം എന്ന് പറയാം ഓൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാതെ ഞാൻ വന്നത്. ഇല്ലെങ്കിൽ ഇന്ന് അസീന ഭാബിക്ക് നല്ല ഭംഗിന് കിട്ടീനെ, പക്ഷെ എനിക്ക് കിട്ടിച്ചേട്ടാ. എനിക്ക് ഇല്ലെങ്കിലുണ്ടല്ലോ എന്നെ ഇങ്ങനെ ഞമ്മിക്കൊല്ലലെന്നല്ല പറഞ്ഞെങ്കിലുണ്ടല്ലോ അമ്മാതിരാക്കുച്ച. ഇതിൽ അസീന ഭാബിക്ക് അവർക്കെല്ലാം നല്ല ഭംഗിൽ കിട്ടി. എൻ്റെ എനിക്ക് ഓർമ്മയില്ലാത്തതൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ഭാഗത്തും അടി കിട്ടിച്ച. അതേക്ക് എനിക്ക് ചൊമ്മു വൈദ അവർക്ക് ആർക്കും കിട്ടിച്ചാട്ടാ. തല്ലിന്ന് കിട്ടിയത് അസീന ഭാബിക്ക് മാത്രം എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെന്താ ഏത് മൂലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല വന്നിട്ട് മടിയുമ്പോൾ കിടക്കുന്നുണ്ടായി കേട്ടോ. പിന്നെ എല്ലാവരും പിള്ളമാരെല്ലാം ഒരു മൂലക്ക് പിന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിന്. നല്ല രസമുണ്ടായിരുന്നു. അമ്മ ഉണ്ടല്ലോ എന്തെല്ലോ കഥ പറഞ്ഞിട്ട് ഇരുന്നതെന്നറിയാം. പിന്നെ കുറേ പിള്ളമാരുണ്ടെങ്കിൽ പിന്നെ അവരത് എന്തെങ്കിലും കാണാനുണ്ടാവും. അപ്പോഴത്തേക്ക് ഇത് ചാച്ചൻ്റെ എന്തോ ഡ്രസ്സിൻ്റെ എത്ര തുന്നിനെന്ന് പറഞ്ഞിട്ട് പൊന്തിച്ചിട്ട് നോക്കുന്നില്ല കേട്ടോ വയറെല്ലാം. അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നില്ല എന്നിട്ട് ഇങ്ങനെ പേര് പറഞ്ഞിട്ട് അങ്ങനത്തെ ഗെയിമെല്ലാം പറഞ്ഞിട്ട് അതിനിടയിൽ ഇച്ചുണ്ടല്ലോ തല്ലുന്നുണ്ടായത് അസിനാബിക്ക്. അങ്ങനെ ഗെയിമെല്ലാം കഴിച്ചിട്ട് ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ. അടിപൊളി ഫുഡ്. അങ്ങനെ അതും കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോകണം. ലേറ്റ് ആയിട്ടുണ്ടായിന് 10-10:30 ആയിട്ടുണ്ടായിന്. അങ്ങനെ ഞാനും ചുമ്മാ നേരെ ഓട്ടോറിക്ഷ അങ്കിളാക്കി തന്ന് പോയി ഗൈസ്.